Hi students, St. Bergman's Higher Secondary School, the Center of Excellence and Enrichment, welcomes you to the treasures of wisdom with intelligent solving techniques. Twist. ഹലോ സ്റ്റുഡൻസ്, ചങ്ങനാശ്ശേരി സെയിൻറ്റ് ബെർഗ്മാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം വിത്ത് ഇൻ്റലിജൻറ്റ് സോൾവിംഗ് ടെക്നിക്സ് ട്വിസ്റ്റ് അണിയിച്ചൊരുക്കുന്ന വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ നൂതന ആശയങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ പിൻബലത്തിൽ അഭിമാനപൂർവ്വം ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇംഗ്ലീഷ് പഠനവും അനന്തമായ ജോലി സാധ്യതകൾ. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിലൂടെയും വിവിധ ഇംഗ്ലീഷ് അക്കാഡമിക് കോഴ്സുകളിലൂടെയും തൊഴിൽ മേഖലയുടെ അനന്തവിഹായസിലേക്ക് എങ്ങനെ പറക്കാം, നൂതനമായ ജോലികൾ ചെയ്ത് എങ്ങനെ സെൽഫ് സഫിഷ്യൻ്റ് ആകാം എന്നാണ് ട്വിസ്റ്റ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലോകപ്രശസ്തമായൊരു കൊട്ടേഷൻ അത് ഇങ്ങനെയാണ്: ദ ലിമിറ്റ്സ് ഓഫ് മൈ ലാംഗ്വേജ് മീൻ ദ ലിമിറ്റ്സ് ഓഫ് മൈ വേൾഡ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠനത്തെ നമുക്ക് ഫലപ്രദമായി ഇങ്ങനെ വിശദീകരിക്കാം: ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ. നോയിങ് ഇംഗ്ലീഷ് ഇൻക്രീസസ് യുവർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് എ ഗുഡ് ജോബ്. അടിസ്ഥാനപരമായി നാം കാണേണ്ടത് ഏതൊരു ഭാഷയും സ്വായത്തമാകുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത് പ്രധാനമായും 4 സ്കില്ലുകളെ ബേസ് ചെയ്താണ്. അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നീ സ്കില്ലുകളിലൂടെയാണ്. ഈ സ്കില്ലുകൾ വളരെ ചെറുപ്പത്തിലെ ഡെവലപ്പ് ചെയ്താൽ ലാംഗ്വേജ് അക്വിസിഷൻ എല്ലാ അർത്ഥത്തിലും സ്വാർത്ഥകമാകുകയും വ്യക്തിജീവിത വിജയം നേടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ലാംഗ്വേജ് എക്സ്പേർട്സിനെ തേടി സമൂഹത്തിലെ ഉന്നത ജോലികൾ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കും. ഒന്നാമതായി, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരമ്പരാഗതമായ ജോലി സാധ്യതകൾ അധ്യാപന രംഗത്തു തന്നെയാണ്. അതായത് പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കോളേജ് ലെവലിലേക്ക് അധ്യാപനത്തിൻ്റെ മേഖല നീണ്ടുകിടക്കുന്നു. മാറുന്ന ലോകക്രമത്തിൽ ഒരു BA, MA ഇംഗ്ലീഷുകാരന് 15-ലധികം ജോലി സാധ്യതകളാണുള്ളത്. അടുത്തതായി മാധ്യമരംഗത്തുള്ള തൊഴിൽ സാധ്യതകളാണ്. ഒരു BA, MA ഇംഗ്ലീഷുകാരൻ അതോടൊപ്പം ഒരു ജേർണലിസം കോഴ്സ് കൂടി ചെയ്താൽ ലഭിക്കുന്നത് വലിയ സാധ്യതകളാണ്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ നിന്നോ അതുപോലെയുള്ള വലിയ ജേർണലിസം കോഴ്സുകൾ ചെയ്യുന്ന മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ പഠിച്ചിറങ്ങുന്ന മികവുറ്റ പ്രതിഭകൾക്ക് പത്രമാധ്യമ രംഗത്തും ന്യൂസ് ചാനലുകളിലും ന്യൂസ് റീഡർ, സബ് എഡിറ്റർ, റിപ്പോർട്ടർ എന്നീ മേഖലകളിലും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിയും. ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യുന്നവർക്ക് മറ്റൊരു വലിയ ജോലി സാധ്യത ട്രാൻസ്ലേറ്റർ, ഓറൽ ഇൻ്റർപ്രറ്റർ എന്നീ മേഖലകളിൽ കിടക്കുന്നു. ലോകത്തിലെ വലിയ VVIPമാരുടെ ഇടയിൽ പ്രവർത്തിക്കാനും അവരുടെ സംസാരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കുവാനും അതുവഴി അവരുടെ പേഴ്സണൽ അഡ്വൈസറായി ജോലി ചെയ്യാനും സാധാരണ BA, MA ഇംഗ്ലീഷ് കോഴ്സുകൾ പാസ്സായാൽ മതി. അവർ പക്ഷേ വേർഡ് ബൈ വേർഡ്, അതായത് പദാനുപദ ട്രാൻസ്ലേറ്റർമാരും വേർഡ് ബൈ വേർഡ് ഇൻ്റർപ്രറ്റർമാരുമായി മാറണം. ഇവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുന്നതിലായിരിക്കണം. ഇൻ്റർപ്രറ്റർമാരും ട്രാൻസ്ലേറ്റർമാരും കഴിയുമെങ്കിൽ മറ്റൊരു ഫോറിൻ ലാംഗ്വേജ് കൂടി പഠിച്ചാൽ, ഉദാഹരണത്തിന് ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ്, അറബിക്, ഈ ഭാഷകൾ അവർക്ക് അവരുടെ ഭാവിയിൽ കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ജോലി സാധ്യതകളിലേക്ക് വഴി തുറക്കുന്നു. ഇനി വളരെയധികം ജോലി സാധ്യതകൾ ഉള്ള മറ്റൊരു മേഖലയാണ് ലാംഗ്വേജ് ട്രെയിനിങ് മേഖല. ഈ മേഖലയിൽ നന്നായി ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യമുള്ളവർ വലിയ സാധ്യതകളാണുള്ളത്. അതായത്
IELTS, TOEFL, OET, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ മേഖലയിൽ ഉയർന്ന ശമ്പളത്തിൽ പഠിപ്പിക്കുന്ന ട്രെയിനർമാരാകാം. കൂടാതെ കോൾ സെൻറ്ററുകളിൽ ജോലി നോക്കാം. ഇങ്ങനെയുള്ളവർക്ക് വിദേശത്ത് പഠിപ്പിക്കാം. അടുത്തതായി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്നീ കോഴ്സുകൾ പഠിച്ചവർക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ് മേഖലയിൽ മികച്ച തൊഴിലവസരങ്ങളാണുള്ളത്. അഡ്വർടൈസിംഗ്, കോപ്പി റൈറ്റിംഗ്, ക്യാപ്ഷൻ റൈറ്റിംഗ് തുടങ്ങിയവയിൽ വലിയ സാധ്യതകളാണുള്ളത്. അതും ഉയർന്ന ശമ്പളത്തോടെ. പരമ്പരാഗത ഇംഗ്ലീഷ് കോഴ്സുകൾ പഠിച്ച് ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ളവർക്ക് കോണ്ടന്റ് റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ് മേഖലകളിൽ ഗോസ്റ്റ് റൈറ്റേഴ്സ് ആയി, അതായത് മറ്റൊരാൾക്ക് വേണ്ടി എഴുതുക, ഇതും വലിയ സാമ്പത്തിക നേട്ടമുള്ള ജോലികളാണ്. പിന്നീട് നാം കാണുക സോഷ്യൽ മീഡിയ മേഖലയാണ്. ബ്ലോഗിംഗ്, അതായത് ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ എഴുതിക്കൊണ്ട് അത് യൂട്യൂബിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വയം പണം കണ്ടെത്താൻ കഴിയുന്ന സ്വയം സംരംഭകനായി മാറാം. പിന്നീട് നാം കാണുക ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്ക്, അതായത് സോജോ മോജോ, സോഷ്യൽ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സോളോ ജേർണലിസം സോജോ, മൊബൈൽ ജേർണലിസം മോജോ, ഇത് ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ മേഖലയാണ്. വലിയ മാധ്യമ ഭീമന്മാർ വരെ ഇത്തരക്കാരെ തങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നു. ഉദാഹരണമായി BBC, CNN തുടങ്ങിയ ന്യൂസ് ചാനലുകൾ ഇത്തരക്കാരെ വളരെ ഉയർന്ന ശമ്പളത്തിൽ നിയമിക്കാറുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ പരിജ്ഞാനമുള്ളവർക്ക് വലിയ വലിയ സ്ഥാപനങ്ങളുടെയും, അതായത് മൾട്ടിനാഷണൽ കമ്പനികളുടെയും ബാങ്കുകൾ തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ PRO ആയും എക്സിക്യൂട്ടീവ് ഓഫീസറായും വർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇത്തരക്കാരുടെ ജോലി വിവിധ ജോലികളെ, ആ സ്ഥാപനത്തിലെ വിവിധ ജോലികളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുക എന്നതാണ്. ഇതാണ് PRO എന്ന നിലയിൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം. പബ്ലിഷ് ഇൻഡസ്ട്രിയിൽ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് നല്ല ജോലി സാധ്യതകളാണുള്ളത്. പ്രൂഫ് റീഡർ, എഡിറ്റർ എന്ന നിലയിൽ പബ്ലിഷ് ഹൗസുകളിലും ബുക്ക് പബ്ലിഷിംഗ് ഹൗസുകളിലും ഉയർന്ന നിലയിൽ ജോലി ചെയ്യാം. അടുത്ത ഒരു മേഖല ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. അതായത് BPM, ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് എന്നീ മേഖലകളിലും ഇവർക്ക് വലിയ സാധ്യതകളാണുള്ളത്. ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവരെ റിക്രൂട്ടിംഗ് ഏജൻസികൾ ക്യാമ്പസുകളിൽ നിന്ന് ഇന്ന് ഇത്തരം ജോലികൾക്കായി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷുകാർക്ക് പാർട്ട് ടൈം ജോബ്, ട്യൂട്ടർ, റൈറ്റിംഗ് ജോബ് ഇൻ ഓൺലൈൻ, ഇത്തരം ജോലികൾ കരസ്ഥമാക്കാൻ കഴിയും. ഉദാഹരണത്തിന് എസ്സേ റൈറ്റിംഗ്, ആർട്ടിക്കിൾ റൈറ്റിംഗ്, ഇത്തരം ജോലികളിൽ പേജ് ഒന്നിന് $20 അതിലധികവും നേടാൻ കഴിയും. ട്യൂട്ടർ വേവ്സ്, അൺഅക്കാഡമിക് പോലുള്ള സ്ഥാപനങ്ങളിൽ ഒരു ട്യൂട്ടർ ആയും എഡ്യൂക്കേറ്ററായും ജോലി നേടിയാൽ നല്ല വരുമാനം ലഭിക്കും. ഇനി പറയാനുള്ളത് ഇവയൊന്നുമല്ലാത്ത അതർ ജോബുകളെ പറ്റിയാണ്. അതായത് IT, ഇന്ത്യൻ സിവിൽ സർവീസ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, കേരള PSC, UPSC മേഖലകളിലും IBPS ടെസ്റ്റ് എഴുതി ബാങ്കിംഗ് മേഖലയിലും മികച്ച ജോലി നേടാം. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ളവർ ഹയർ സ്റ്റഡീസിനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് MBA, MSW, MCJ, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ കോഴ്സുകൾ വിദേശങ്ങളിൽ പഠിക്കാനും ഉന്നത ജോലികൾ കരസ്ഥമാക്കാനും കഴിയും. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഹയർ സ്റ്റഡീസിനുള്ള മികച്ച ഒരു യൂണിവേഴ്സിറ്റി ആണ് IFLU. ഇന്ത്യയിലെ ഹൈദരാബാദാണ് അതിൻ്റെ ആസ്ഥാനം. അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഉന്നത ജോലി കരസ്ഥമാക്കാൻ കഴിയുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയോടൊപ്പം മറ്റ് ഫോറിൻ ലാംഗ്വേജുകൾ കൂടി വളരെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ കേരള സർക്കാർ നടത്തുന്ന ASAPൻ്റെ കീഴിലുള്ള സ്കിൽ പാർക്കുകളിൽ സാധ്യമാകും.
ഇതും ഉന്നതമായ തൊഴിലവസരങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തരാക്കും. അങ്ങനെ IT കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ എന്നിവിടങ്ങളിൽ ഫോറിൻ ലാംഗ്വേജ് എക്സ്പേർട്ടായി ജോലി നേടാൻ കഴിയും. പിന്നീടുള്ളത് തിയേറ്റർ മേഖലയാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഉദാഹരണത്തിന് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുകയും അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവർക്ക് ഹോളിവുഡ് പോലെയുള്ള വലിയ സാധ്യതകളുടെ ലോകത്തിൽ ഫിലിം ഡയറക്ടർമാരായി വരെ ജോലി കണ്ടെത്താം. ഇത്രയും നേരം എന്നെ ശ്രവിച്ച, ഈ മേഖലകളിൽ നൈപുണ്യം നേടുവാനും വിജയം കൈവരിക്കുവാനും ആഗ്രഹിക്കുന്ന എല്ലാ അഭ്യുതകാംക്ഷികൾക്കും വിദ്യാർത്ഥികൾക്കും നല്ല ഒരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.